ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ആദ്യത്തെ 3 പാഠവും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി 4ാമത്തെ പാഠം പ്ലാനിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നുകൂടി പറയാം, മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു ഫൈനൽ റിവിഷൻ വേണ്ടവർക്കാണ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുക. നമ്മൾ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് കാണാൻ A+ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് കണ്ട് പഠിക്കാം കേട്ടോ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്ത്, ആര്, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് നമുക്ക് ഡിറക്ഷൻ തരും. അതായത് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് തരും. അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ആക്ടിവിറ്റീസ് വേസ്റ്റ്ഫുൾ ആകുന്നത് തടയാനും ഇത് സഹായിക്കും. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇത് സഹായിക്കും. പ്ലാനിങ്ങിന് ഫീച്ചേഴ്സിൽ അത് തന്നെ എഴുതി വെച്ചാൽ മതി. പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഫ്യൂച്ചറിനെ നോക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ. സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് ചോദിക്കും. 1 ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അതായത് എന്താണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് എന്താണ്? അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡെവലപ്പിംഗ് പ്രിമൈസസ്. ഡെവലപ്പിംഗ് പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് ചില അസംഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രിമൈസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് 2 മാർക്കിന് അത് ചോദിക്കും കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു വെക്കണം. അസംഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കും. അതാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിക്കും എങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അടുത്തതായിട്ട് ചെയ്യുന്നത് എല്ലാം ഇവാലുവേറ്റ് ചെയ്യും. എല്ലാത്തിനെയും മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമ്മൾ ഇരുന്ന് അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ഏറ്റവും കൂടുതൽ മെറിറ്റും കുറച്ച് ഡിമെറിറ്റുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് സെലക്ടിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ്. ദെൻ ആ സെലക്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും, നടപ്പിൽ വരുത്തും. ദെൻ അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ കൂടി എടുക്കും. ദെൻ ടൈപ്സ് ഓഫ് പ്ലാൻസ് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ ഒറ്റത്തവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പലതവണ നമുക്ക് ഉപയോഗിക്കാം. സിംഗിൾ യൂസ് പ്ലാനിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രോജക്റ്റ് ഒക്കെ സിംഗിൾ യൂസ് ആണ്. അതേസമയം ബാക്കിയെല്ലാം പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂളൊക്കെ സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ്. ഒന്നിലധികം തവണ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓരോന്നും എന്താണ്? ജസ്റ്റ് ആ ഫസ്റ്റ് ലൈൻ പഠിച്ചാൽ മതി. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി, എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് പ്ലാൻ ആണ്. ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോംപ്രഹെൻസീവ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ പോളിസി എന്താണ്? പ്രൈസിങ് പോളിസി, റിക്രൂട്ട്മെന്റ് പോളിസി, അതിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. ദെൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് റുട്ടീൻ സ്റ്റെപ്സ് ആണ്. ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാൻ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം. മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈഡ് ഗൈഡൻസ് ആണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു മെത്തേഡ് പറയുന്നതാണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ആണ്. ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, എക്സ്പെക്റ്റഡ് റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാവിയിൽ കിട്ടുമെന്ന് കരുതുന്ന ഇൻകം, വരാൻ പോകുന്ന എക്സ്പെൻസും എല്ലാം നമ്മൾ ന്യൂമറിക്കൽ ടേംസിൽ എഴുതിയിട്ടുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ ചാപ്റ്റർ 4 ഒരു ഇത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലേക്ക് എത്തിക്കുക. ബാക്കി നമുക്ക് 5, 6, 7, 8, 9 ആൻഡ് 11, 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, 3-ലധികം വീഡിയോസ് ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ. താങ്ക്